പ്രിയപ്പെട്ട നമസ്കാരം. ഒരുപാട് നാളായി നമ്മൾ വീഡിയോകൾ ചെയ്തിട്ട് കുറേ ഷോർട്സൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോവുകയായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് വ്യത്യസ്തമായൊരു എപ്പിസോഡാണ്. കാര്യം ഒരുപാട് നാളായി നമ്മുടെ മൂവിയുടെ പുറകിലായിരുന്നു. മൈ ലൈഫ് മൈ മൂവി എന്നാണ് നമ്മുടെ എപ്പിസോഡിൻ്റെ പേരുകൾ. ഏകദേശം ഒരു 36 കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഒരു 40 ഇടയ്ക്കുള്ള എപ്പിസോഡാണ്. എപ്പിസോഡ് തന്നെ കറക്റ്റായിട്ട് അറിയാൻ വയ്യ. അപ്പോൾ ഇന്ന് വ്യത്യസ്തമായ ഒരു എപ്പിസോഡാണ്. എൻ്റെ ലൈഫും എൻ്റെ ജീവിതവും ജീവിതമാർഗവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു മേഖലയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ തൊഴിൽ മാർഗ്ഗമാണ് മൈ ലൈഫ് മൈ മൂവി. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇന്ന് ഉദയ പ്രോ ആണ് നമുക്കൊരു വർക്കിന് വിളിച്ചിരിക്കുന്നത്. അപ്പം വളരെ റിസ്ക് എടുത്തൊരു പ്രോഗ്രാമാണ്. പുറത്തുനിന്ന് കാണുമ്പോൾ പാടൊന്നുമില്ലെങ്കിലും ഒരു സിനിമ പോലോ അല്ലെങ്കിൽ മറ്റുള്ള ജോലി പോലോ അല്ല. തീർച്ചയായിട്ടും 2 മണിക്കൂറുള്ള ഷോസിന് ഒരു ലൈറ്റ് ഓപ്പറേറ്റർ അല്ലെങ്കിൽ സൗണ്ട് എഞ്ചിനീയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കയ്യിലിരിക്കുകയാണ്. അവരുടെ ബ്രെയിൻ എവിടെയെങ്കിലും ചെറിയൊരു പ്രോബ്ലം ഉണ്ടായാൽ ആ പ്രോഗ്രാം ഫുള്ള് തടസ്സപ്പെടും. അത്രയും ഇരിക്കുന്ന ഓഡിയൻസ് നിരാശയായി മടങ്ങേണ്ട ഒരു അവസ്ഥ വരും. പിന്നെ അതേപോലെ തന്നെ സമയം താമസിച്ച് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെ പ്രോഗ്രാം കമ്മിറ്റിയായിട്ട് ഇഷ്യൂ ആവും. അടുത്ത പ്രോഗ്രാം ചെയ്യാനുള്ള ആൾക്കാർ ചിലപ്പോൾ ഒരുങ്ങി നിൽക്കുകയായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് വരാനുണ്ട്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും വളരെ ഹാർഡ് വർക്കുള്ള ഒരു മേഖലയാണ് ലൈവ് ഷോ. തീർച്ചയായിട്ടും നമുക്കൊരു ഷൂട്ടൊക്കെ ആണെങ്കിൽ റീടേക്ക് എടുക്കാം. ഒരു ബൾബ് അടിച്ചു പോയാൽ അത് മാറാനുള്ള സമയമുണ്ട്. അല്ലെങ്കിൽ നമുക്കൊന്ന് തെറ്റിക്കഴിഞ്ഞാൽ അത് തിരുത്താനുള്ള സമയമുണ്ട്. പക്ഷേ ഒരു നാടകമോ ഒരു ഗാനമേളയോ ഒരു ലൈവിൽ വരുന്ന ഒരു പരിപാടികൾക്കും തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഓപ്ഷൻ ലഭിക്കുന്നതല്ല. കമ്മിറ്റിക്കാർ തീർച്ചയായിട്ടും പൊങ്കാല ഇടുന്നതായിരിക്കും. പൈസ കിട്ടില്ല. ഈ പൈസ കിട്ടാതെ വന്നാൽ ഇപ്പോൾ എൻ്റെ ഒരു പ്രോബ്ലം കൊണ്ട് നമ്മുടെ പ്രോഗ്രാം തടസ്സപ്പെടുകയും അവിടെ ഫണ്ട് കിട്ടാതെ വരികയും ചെയ്താൽ തീർച്ചയായിട്ടും അവിടെ സംഭവിക്കുന്നത് ഒരു സമിതി വരുമ്പോൾ അതിനകത്ത് ഏകദേശം 20-30 ആൾക്കാർ കാണും. ഈ 30 ആൾക്കാരുടെയും കുടുംബം ഒരു പക്ഷേ പട്ടിണിയായി പോകും. കാരണം ഇന്ന് ഞാൻ പ്രോഗ്രാമിന് പോയിട്ട് എന്തെങ്കിലും വാങ്ങാം, ഹോസ്പിറ്റലിൽ പോകാം, അല്ലെങ്കിൽ ഭക്ഷണത്തിന് സാധനങ്ങൾ വാങ്ങാം എന്നും പറഞ്ഞ് പ്രതീക്ഷ അർപ്പിച്ച് വരികയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സൗണ്ട് എഞ്ചിനീയർ, ലൈറ്റ് ഓപ്പറേറ്ററൊക്കെയാണ് തീർച്ചയായിട്ടും അവരുടെ ജീവിത മാർഗ്ഗം. അപ്പോൾ അവർ നേരത്തെ ചെന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ല എങ്കിൽ ഇലക്ട്രോണിക് സാധനമാണ്, ഏത് നിമിഷവും കേട് സംഭവിക്കാവുന്ന കേസുകെട്ടാണ്, ഉത്തരവാദിത്തമുള്ള പ്രോഗ്രാമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ചെറിയ വണ്ടിയുണ്ട്. ഇന്നൊരു ഷോപ്പിൻ്റെ ഉദ്ഘാടനമാണ്. അപ്പോൾ അതിലേക്കാണ് പോകുന്നത്. സിനിമയൊക്കെ നമുക്ക് തൽക്കാലം അങ്ങോട്ട് മാറ്റി വെക്കാം. എൻ്റെ മൈ ലൈഫ് മൈ മൂവി തുടങ്ങിയിട്ട്, ഈ എപ്പിസോഡുകൾ തുടങ്ങിയിട്ട് ഇന്ന് ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ചെറിയ ഏരിയ ഞാൻ കാണിക്കാൻ പോകുന്നത്. ഒരുപാട് തൊഴിലേക്ക് ഞാൻ പോകും. കാര്യം അത്യാവശ്യം എനിക്ക് പ്ലംബിങ്, വയറിങ്, അതേപോലെ ഡ്രൈവിങ്, അതേപോലെ തന്നെ വീഡിയോ എഡിറ്റിംഗ്, അത്യാവശ്യം വീഡിയോഗ്രാഫി, പിന്നെ നമ്മുടെ ലാബ്, അതായത് ആഡിയോ റെക്കോർഡിങ്ങിൻ്റെ ഓപ്ഷൻസ്, പിന്നെ ഈ ലൈറ്റിംഗ് മേഖല, ഇത്രയും പ്രസ്ഥാനങ്ങളാണ് ഞാൻ കൈവച്ചിട്ടുള്ളത്. എനിക്ക് ഒരുവിധമൊക്കെ അറിയാവുന്ന ഒരു പ്രസ്ഥാനമാണ്. എങ്കിലും വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്ന, അതായത് ഈ ലൈറ്റ് എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏകദേശം 1,00,000 രൂപ മുടക്കി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ച് സർട്ടിഫിക്കറ്റ് നേടി ചെയ്യുന്ന ഒരു തൊഴിലാണ് ഈ ലൈറ്റ് എഞ്ചിനീയറിങ്. പക്ഷേ പണ്ട് മുതലേ നമ്മൾ നടന്ന കലാപ്രസ്ഥാനത്തിൽ നിന്നും കൊച്ചു കൊച്ചു പെയിൻറ്റിൻ്റെ പാട്ടകൾക്കകത്ത് 100-ൻ്റെയും 50-ൻ്റെയൊക്കെ ബൾബിട്ട് തുടങ്ങിയ ആ 12-13 വയസ്സിലൊക്കെ തുടങ്ങിയ പരിപാടികളായതുകൊണ്ട് അതിനോട് ക്രേസായി. അതിന്ന് എൻ്റെ ജീവിതമാർഗ്ഗമായി. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പ്രയാസം വരത്തില്ല. എഞ്ചിനീയറിംഗ് പോയി പഠിക്കുന്ന ചിലപ്പോൾ 1,00,000-2,00,000 രൂപ കൊടുത്ത് പഠിക്കുന്നവർക്ക് ചിലപ്പോൾ ബേസ്മെൻറ്റ് മാത്രമേ കാണുള്ളൂ. അവർക്ക് എക്സ്പീരിയൻസ് നേടണമെന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് ആണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. ഇന്നും നമ്മളിതൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും അത്യാവശ്യം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും തന്നെയും സകല ദൈവങ്ങളെയും വിളിച്ചുകൊണ്ടാണ് ഈ 2.5-3 മണിക്കൂർ തീർച്ചയായിട്ടും നമ്മളവിടെ ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എൻ്റെ ജീവിതത്തിലേക്ക്, അല്ലെങ്കിൽ എൻ്റെ ജീവിത മേഖലയിലേക്ക് പ്രിയപ്പെട്ടവർക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് പോകാം. ഇന്ന് വാപ്പയുടെ ഒരു വണ്ടിയുണ്ട്, ഒരു പഴയ ഒരു പ്ലാറ്റിനയാണ്. അപ്പോൾ അതിലാണ് ഞാൻ പോകാറുള്ളത്. ഇച്ചിരി എണ്ണ അടിക്കും, പ്രോഗ്രാം സ്ഥലത്ത് പോകും. അടുത്തൊക്കെ ആണെങ്കിൽ അങ്ങനെ പോകും. അതല്ലെങ്കിൽ KSRTCക്കകത്ത് നമ്മൾ പോകും. എന്നിട്ട് സൈറ്റിൽ ഇറങ്ങിയിട്ട് അവരുടെ വണ്ടിയിലാണ് സൈറ്റിലേക്ക് പോകാറുള്ളത്. ഇന്ന് നമ്മുടെ വീട്ടിനടുത്തായതിന് പേരിൽ ഞാൻ ബൈക്കിൽ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ സൗണ്ട് എഞ്ചിനീയറുണ്ട്, പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട കാര്യസ്ഥൻ എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം ഒരുപാട് നാളായി അതിൻ്റെ മേൽനോട്ടങ്ങൾ, സൗണ്ടിൻ്റെ എല്ലാ മേഖലയും കൈകാര്യം ചെയ്ത് ഒരു കേബിൾ പോലും ചുളുങ്ങാതെ നല്ല രീതിയിൽ വൃത്തിയാക്കി മടക്കി വെച്ച് ആ പ്രസ്ഥാനം, ആ പ്രോഗ്രാമും വിജയത്തിന് കാരണമാകുന്ന പ്രിയപ്പെട്ട ജോണിയണ്ണനുണ്ട്. ജോണിയണ്ണനാണ് ആ ഒരു സൗണ്ട് മേഖലയുടെ ഹാർട്ടെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സൗണ്ട് എഞ്ചിനീയറുണ്ട് ഹർഷാദിനെ അറിയാത്ത ആരുമില്ല. ഹർഷാദ് വളരെ നാളുകൾക്ക് മുമ്പേ തന്നെയുള്ള സൗണ്ട് എഞ്ചിനീയറാണ്. വളരെ എളിമയിൽ നിന്നുകൊണ്ട് പ്രോഗ്രാം നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഒരുപ്പെട്ടവർക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പം പിന്നെ നമ്മുടെ ലോഡിങ് ആൻഡ് അൺലോഡിങ് എന്ന് പറയുന്ന ഒരു 4-5 ചെറുപ്പക്കാരുണ്ട്. അതേപോലെ തന്നെ ഉദയയുടെ ഡ്രൈവറായിട്ടുള്ള ടീംസ് ഉണ്ട്. പിന്നെ നമ്മുടെ ഗാനമേള ടീംസ് ഉണ്ട്. അപ്പോൾ ഇത്രയും പേര് ഒരു ക്രൂസാണ്. ഈ ക്രൂസിലേക്കാണ് ഞാനും വന്ന് ജോയിൻ്റ് ആവുന്നത്. അപ്പോൾ വണ്ടി വരുന്നതും, അല്ലെങ്കിൽ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ വണ്ടി അവിടെ കിടക്കാം. അപ്പോൾ എന്തായാലും അപ്പോൾ എനിക്ക് സംസാരിക്കാൻ ഒക്കില്ല. ആ വിഷ്വലൊക്കെ നിങ്ങൾ കാണുക. ഏറ്റവും ലാസ്റ്റ് പ്രോഗ്രാം എല്ലാം വൈൻഡപ്പ് ചെയ്തിട്ട് നമ്മൾ കേവലം തുച്ഛമായ ശമ്പളമേ ഉള്ളൂ. സൗണ്ട് എഞ്ചിനീയർ, ലൈറ്റ് എഞ്ചിനീയർ ചിലപ്പോൾ 5,000-10,000 ഒക്കെ മേടിക്കുന്നവരുണ്ട്. പക്ഷേ എങ്കിലും നമ്മൾ ഒരു എഞ്ചിനീയറായിട്ട് പോയി മാറി നിന്ന് നോക്കി നിൽക്കാതെ അവരുടെ കൂടെ പറ്റുന്നത് ലോഡ് ചെയ്യും, അല്ലെന്നുണ്ടെങ്കിൽ ഇറക്കാൻ സഹായിക്കും. കാര്യം ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് സമയമില്ല. കാര്യം എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ അവിടെ ചെയ്യുക എന്നുള്ള കാര്യം. ലോഡിങ്ങിന് അവിടെ ആളിനെ ഓൾറെഡി കൊണ്ടുവന്നിട്ടുണ്ട്. എങ്കിൽ തന്നെ നമ്മൾ മനസാക്ഷി അനുസരിച്ചിട്ട് നമ്മളെ ഇറക്കാൻ സഹായിക്കാറുണ്ട്, കയറ്റാൻ സഹായിക്കാറുണ്ട്. കാരണം അത് ചുമന്നിട്ടോ അല്ലെങ്കിൽ അതവിടെ കൊണ്ടുവന്നതിൻ്റെ പേരിലാണ് എനിക്കും 10 രൂപയ്ക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ പറ്റുന്നത് സഹായിക്കാറുണ്ട്.
പിന്നെ തിരിച്ച് കയറ്റാനും സഹായിക്കാറുണ്ട്. പിന്നെ അവിടെ ചെല്ലുമ്പോൾ ഇറക്കാനായിട്ടൊന്ന് കൂടുതൽ നിന്ന് കഴിഞ്ഞാൽ അവിടെ ടൈം നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ടൈം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ പ്രോഗ്രാമുകൾ വളരെ ഹാർഡ് വർക്കാണ്. കാര്യം ഒരു ലൈറ്റ് സെറ്റ് ചെയ്തു, അത് ചെയിൻ ബ്ലോക്കിൽ തൂക്കി, അല്ലെങ്കിൽ എൻ്റെ സാധനങ്ങൾ മൊത്തം ഇറക്കി സപ്ലൈ എടുത്ത് അതിൻ്റെ അഡ്രസ്സ് കറക്റ്റ് ചെയ്തിട്ട് അത് മൊത്തം കൊണ്ടുവന്ന് പാച്ച് ചെയ്ത് ആ പാച്ച് ചെയ്ത സാധനത്തിനെ പ്രോഗ്രാം ചെയ്ത് ഫീഡറിലാക്കി വെച്ചതിന് ശേഷം മാത്രമേ എനിക്കൊരു സമാധാനമുള്ളൂ. കാരണം നമ്മൾ സ്ഥിരമായിട്ട് ചില ആൾക്കാർ പറയുന്നേക്കാം സേവ് ചെയ്തിട്ടേക്കുന്ന പ്രോഗ്രാമല്ലേ, നമുക്ക് അവിടെ ചെന്ന് ഓപ്പൺ ആക്കിയാൽ പോരെ എന്നൊക്കെ ചോദിക്കുന്നേക്കാം. പക്ഷേ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ LED പാറുകൾ, അതായത് കളർ ലൈറ്റ് മിന്നി മാറുന്ന കളർ ലൈറ്റുകൾ LED പാറ് പോലുള്ള സംഗതികളാണെങ്കിൽ പ്രോഗ്രാം ചെയ്ത് വെച്ചിരുന്നാൽ അത് ഏകദേശം ഒരേ രീതിയിലൊക്കെ ആയിരിക്കും. പക്ഷേ എങ്കിലും നമ്മുടെ ഷാർപ്പി എന്ന് പറയുന്ന സംഗതി കറങ്ങി റൊട്ടേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ പല ഇടത്തും കൊണ്ടുവന്ന് നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പേസ് വ്യത്യാസം, ഹൈറ്റ് വ്യത്യാസമൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഇന്നലെ ഡയറക്ഷൻ ചെയ്ത മേഖലയിലല്ലായിരിക്കും സ്റ്റേജ് നിൽക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ചെയിൻ ബ്ലോക്ക് കയറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ കണ്ണിലായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ താഴെ ആയിപ്പോവും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരും. അപ്പോൾ അതിനെ ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് കൊടുക്കേണ്ട ഒരു ആവശ്യം തീർച്ചയായിട്ടും ഷാർപ്പിക്കുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ അതൊക്കെ ഒന്ന് പ്രോഗ്രാം ചെയ്യുന്നത് കുറച്ച് റിസ്ക്കിയാണ്. കുറച്ച് റിസ്കി എന്ന് വെച്ചാൽ ഒരു കറണ്ട് അപ്പം ചാലുമായിട്ട് നമുക്ക് കിട്ടണം, നമ്മുടെ DBയിൽ കിട്ടണം. ചിലപ്പം മെയിൻ പവർ ജനറേറ്ററൊക്കെ ഓൺ ചെയ്യുന്ന പരിപാടിയുടെ തൊട്ട് മുന്നേ ആയിരിക്കും, ഒരു അരമണിക്കൂറിന് മുന്നേ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അരമണിക്കൂർ കൊണ്ട് നമുക്കെല്ലാം ചെക്ക് ചെയ്യാൻ ഒക്കില്ല, ചില പ്രശ്നങ്ങളുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നേരത്തെ കിട്ടുന്ന സപ്ലൈകളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് വേണം അത് ചെയ്യാൻ. അപ്പോൾ എന്തായാലും നമ്മുടെ പ്രോഗ്രാം കൂടുതൽ ചിലവാക്കുന്നില്ല. നമ്മുടെ ജോലിയിലേക്കും തുടർന്നുള്ള കാഴ്ചയിലേക്കും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒരിക്കൽ കൂടി ക്ഷണിച്ചുകൊണ്ട് തൽക്കാലം നടത്തുകയാണ്. ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അങ്ങനെ നമ്മൾ കായംകുളത്താണ്. CD നെറ്റിൻ്റെ ഒരു ഷോപ്പ് ഉദ്ഘാടനമാണ്, ചാനലിൻ്റെ ഒരു ഉദ്ഘാടനമാണ്. അപ്പോൾ CD നെറ്റ് നമ്മുടെ കായംകുളം ന്യൂസ് മാധ്യമങ്ങളിലൊക്കെ നിൽക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഡ്രൈവർ അവിടെ ഉണ്ട്. ഞാൻ അവിടെ ചെന്നപ്പോൾ വണ്ടി ഒതുക്കിയിട്ടപ്പോൾ ഉണ്ട്. പക്ഷേ ഒരു വള്ളി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സമ്മേളനവും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. അതുമല്ല കയറിപ്പോകാനുള്ള റൂട്ട് കഷ്ടിച്ചിട്ടാണ് ആ പയ്യൻ, എന്തായാലും ഡ്രൈവർ വളരെ സമർത്ഥനായി അത് എടുത്തു. വളരെ നീളമുള്ള വണ്ടിയാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ശാരദയുടെ ഓപ്പറേറ്റർമാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഓപ്പറേറ്ററുണ്ട്, പിന്നെ അതിൻ്റെ വർക്കേഴ്സ് ഉണ്ട്. പിന്നെ അങ്ങനെ നമ്മുടെ വണ്ടി വന്നപ്പോൾ അവിടെ ഉദ്ഘാടനത്തിൻ്റെ പരിപാടിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് അതിൻ്റെ സമ്മേളനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് 8ൻ്റെ പണി കിട്ടി. കാര്യം 6 മണിക്ക് സ്റ്റേജ് 5:30 ആയപ്പോൾ ഒഴിഞ്ഞു വന്നു. 6:30-7 മണിയാകുമ്പോൾ പരിപാടി തുടങ്ങണം. അപ്പം സൗണ്ട് സെറ്റ് ചെയ്യണം, കാര്യങ്ങളൊക്കെ. അതിന് സ്പേസും ഇല്ല. ലെഫ്റ്റ് സൈഡിൽ ലൈനർ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനും ഇല്ല. അപ്പോൾ എൻ്റെ കൺസോൾ ഇതാണ്, ഒരു കമ്പ്യൂട്ടറാണ്. കമ്പ്യൂട്ടർ വിത്ത് മാനുവൽ ഓപ്പറേറ്റ് ചെയ്യുന്ന മെഷീനാണ്. അപ്പോൾ എന്തായാലും ഭൈരവിയുടെ പ്രോഗ്രാം ഞങ്ങൾ തുടങ്ങി. അപ്പോൾ മച്ചാന്മാരെ എനിക്ക് കൂടുതലൊന്നും നിങ്ങളെ കാണിക്കാൻ പറ്റില്ല. കാര്യം ലോഡ് ഇറക്കുന്നതും അതേപോലെ തന്നെ ഓരോ സ്ട്രഗിളുണ്ട്. സൗണ്ട് സെറ്റ് ചെയ്യുന്നതിനാണെങ്കിലും ലൈറ്റ് സെറ്റ് ചെയ്യുന്നതിനാണെങ്കിലും എല്ലാം സ്ട്രഗിളാണ്. അപ്പോൾ അതൊന്നും കാണിക്കാൻ പറ്റാനെന്ന് വെച്ചാൽ വെറും 1 മണിക്കൂറേ ഉള്ളായിരുന്നു. അപ്പോൾ എനിക്ക് വീഡിയോ എടുത്തുകൊണ്ട് അവിടെ നിന്ന് കഴിഞ്ഞാൽ അവർ എന്നെ എടുത്തിട്ട് ഇടിക്കും. അപ്പോൾ അതുകൊണ്ട് പെടച്ചടിച്ച് പണിഞ്ഞത്. ഫ്രണ്ടിൽ ഡ്രസ്സ് ഇടാൻ പറ്റുള്ളൂ, ബാക്കിൽ LED വാളുണ്ട്, അതേപോലെ ഹാങ് ചെയ്യാൻ ഒരു ഓപ്ഷനും ഇല്ലായിരുന്നു, നമ്മൾ സ്റ്റാൻഡ് എടുത്തതുമില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ നമുക്ക് ഫ്രണ്ടിൽ വെക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് LED പാർ ഫുള്ള് അങ്ങോട്ട് സെറ്റ് ചെയ്യേണ്ടി വന്നു. അതേപോലെ തന്നെ പ്രോഗ്രാം ചെയ്യാനത്തില്ല, കൈ കിട്ടിയത് പ്രോഗ്രാം അങ്ങ് ചെയ്തു, പ്രോഗ്രാം അങ്ങ് തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. അതേപോലെ ഫേസ് ലൈറ്റ് അന്ന് നല്ല ഓട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഫേസ് ലൈറ്റും നമുക്ക് ഓട്ടം പോയിരുന്നതാണ്. അത്യാവശ്യം LED പാറൊക്കെ വെച്ച് പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ എന്തായാലും വേടൻ്റെ ഒരു പാട്ടാണ് പാടിക്കൊണ്ടിരിക്കുന്നത്, കടലമ്മ എന്നുള്ളൊരു പാട്ടാണ്. അതിനകത്ത് ഭൈരവിയുടെ ഒരു അനുഗ്രഹീത കലാകാരൻ അടിപൊളിയായിട്ട് പാടുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരുപാട് പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ ഭൈരവിക്ക് ഈ പ്രാവശ്യം. കാര്യം അവർ അത്യാവശ്യം മാന്യമായിട്ട് ചെയ്യുന്ന നല്ല സൗണ്ടും അതേപോലെ തന്നെ ബാക്കി നല്ല സിംഗേഴ്സും ഒക്കെയാണ്. അപ്പോൾ എന്തായാലും ബുക്കിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് കൊടുക്കുക. മൂവാറ്റുപുഴയാണ് അതിൻ്റെ ലൊക്കേഷൻ. കരുനാപ്പള്ളി രാഹുൽ കൃഷ്ണനാണ് അതിൻ്റെ പ്രോഗ്രാം ഏജൻറ്റ്. അപ്പോൾ എന്തായാലും ഉദയാണ് കുറേ നാൾ കൊണ്ട് അവർക്ക് സൗണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് വിശേഷങ്ങൾ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പണിയാണ് കാണേണ്ടത്. നമ്മൾ ഈ വളവള പറയുന്നതിനേക്കാളും നല്ലത് സത്യം പറഞ്ഞാൽ ഇതിനകത്ത് അനുഭവിക്കുന്ന സ്ട്രഗിളുകൾ,
അതാണ് കാണേണ്ടത്. പിന്നെ നമ്മുടെ അർഷാദ് ഖാൻ സൗണ്ട് എഞ്ചിനീയർ ഇതാണ്. അപ്പം പുള്ളിക്കാരൻ വർഷങ്ങൾ കൊണ്ട് ചെയ്യുന്നതുകൊണ്ട് പുള്ളിക്കാരന് അത്രയും പേടിയൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തു. പ്രത്യേകിച്ച് ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നുണ്ട് ഓൾറെഡി എല്ലാം. പിന്നെ ഒന്ന് ടോൺ ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെ അടുത്ത ജോണിയണ്ണനാണ് അടുത്തിരിക്കുന്നത്, ഞാൻ പറഞ്ഞ കാരണവൻ. പുള്ളിയാണ് ഈ സൗണ്ടിൻ്റെ എല്ലാം എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം അതേ രീതിയിൽ സാധനങ്ങൾ സൂക്ഷിക്കുകയും അതേപോലെ വർഷങ്ങളായിട്ട് കൂടെ കൊണ്ടു നടക്കുകയും അത്രയും എക്സ്പീരിയൻസ് ഉള്ള മനുഷ്യനാണ്. എക്സ്പീരിയൻസ് ആണല്ലോ വേണ്ടത്. എൻജിനീയർ സർട്ടിഫിക്കറ്റ് നമുക്ക് എവിടെയെങ്കിലും പൈസ കൊടുത്താൽ കിട്ടും, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് കുറച്ച് നാൾ കോഴ്സിന് പോയി കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. പക്ഷേ എക്സ്പീരിയൻസ് കിട്ടില്ല. ഇത് നമ്മുടെ ശാരദയുടെ ചങ്ക് ബ്രോകളാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ പ്രോഗ്രാം വളരെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. അർഷാദൊക്കെ എല്ലാം പാക്ക് ചെയ്യുന്നു, അതേപോലെ ജൂണിയനും കേബിളൊക്കെ മുടക്കുന്നു. നമ്മുടെ മോലാളി മാനേജറും ഇരിക്കുന്നത് ആ ഭൈരവിയുടെ. ഇതെല്ലാം കഴിഞ്ഞ് ഒരു കാപ്പിടി, നമുക്ക് ബിരിയാണി കിട്ടി, CD നെറ്റ് എൻ്റെ വക. പിന്നെ ഇത് നമ്മുടെ ശാരദയുടെ ടീം കാപ്പിയൊക്കെ പ്രത്യേകം മേടിച്ചു കൊടുത്തു. ഇതാണ് ഉദ്ഘാടനം ചെയ്ത CD നെറ്റിൻ്റെ പുതിയ ബ്രാഞ്ച്. എന്തായാലും കായംകുളം പോലീസ് സ്റ്റേഷൻ അടുത്തുനിന്ന് കിഴക്കോട്ട് ചെല്ലുന്ന ഭാഗമാണ്. ഇപ്പോൾ അർഷാദൊക്കെ കാറ്റുള്ളതാണ് കേട്ടോ. അർഷാദ് എൻജിനീയർ പരിപാടിയൊക്കെ കഴിഞ്ഞ് ലോഡിങ് കയറ്റുമ്പോഴത്തേക്കിന് അർഷാദൊക്കെ കാറ്റുള്ളതാണ്. നമ്മുടെ വണ്ടിയുടെ ഡ്രൈവർ മൊബൈൽ കാണുന്നു. പിന്നെ നമ്മുടെ പിള്ളേർ പൊളിക്കുന്നു. അങ്ങനെ 1500 3 ഗാന്ധിത്തല 500ൻ്റെ കിട്ടി സമാധാനമായി വീട്ടിലേക്ക് മടങ്ങുന്നു. ഇതാണ് നമ്മുടെ ലൈഫ്, നമ്മുടെ ജീവിതം. അപ്പോൾ എന്തായാലും മച്ചന്മാരെ, വളരെ സാധാരണപ്പെട്ട ഒരാളാണ് ഞാനും. അപ്പോൾ എന്തായാലും എൻ്റെ ജീവിതമാർഗ്ഗം ഇതാണ്. അപ്പോൾ മാക്സിമം നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. കമൻറ്റ്സ് ദയവ് ചെയ്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.